മലയാള മനോരമയുടെ കള്ളവാർത്ത, അതിനെ തുടർന്ന് അവർ അതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന വിഷയം ഈ സമയത്ത് നമ്മുടെ മുൻപിൽ വരികയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടതാണ്, മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ദേശീയപാതയൊക്കെ നിർമ്മിക്കുന്ന തെലങ്കാനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി, അവർ CPIM-ന് 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടായി നൽകി എന്ന പച്ചക്കള്ളം മനോരമ എഴുതിവിടുകയായിരുന്നു. കാരണം നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത രാജ്യത്തെ ഏക പാർട്ടിയാണ് CPIM എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ നമ്മുടെ മുൻപിലുണ്ട്. സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമപോരാട്ടം നടത്തി, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് നേടിയെടുത്ത പാർട്ടി CPIM ആണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ CPIM-നെ കരിവാരിത്തേക്കാനാണ് മലയാള മനോരമ ഈ കള്ളവാർത്ത എഴുതിയത്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈ മേഘ കൺസ്ട്രക്ഷൻസ് നമ്മുടെ ദേശീയപാത വികസനത്തിൽ 2 റീച്ചുകൾ നിർമ്മിക്കുന്നുണ്ട്. ഒന്ന്, കാസർഗോഡ് ജില്ലയിലെ ചെങ്കളം മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച്. 2, നീലേശ്വരം മുതൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വരെയുള്ള റീച്ച്. അങ്ങനെ 2 റീച്ചുകൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാതയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക്, അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് CPIM-നെ, CPIM നയിക്കുന്ന സർക്കാരിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ചാടിക്കുക എന്നത് മാത്രമാണ് അവിടെ മനോരമയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം, അത് മനഃപൂർവ്വം വരുന്നതാണ്. അതല്ലാതെ ഒരു പെശകോ അതൊരു തെറ്റായ വാർത്തയോ അല്ലെങ്കിൽ അവർ അറിയാതെ കൊടുത്തതല്ലോ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എത്രയോ കാലങ്ങളായി മലയാള മനോരമ ഈ പണി CPIM-നെതിരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പകൽ മുഴുവൻ കള്ളവാർത്തയിട്ട് ഓടിക്കും. പിറ്റേ ദിവസം രാവിലെ വലിയ പ്രതിഷേധങ്ങൾ വരുമ്പോൾ ആരും കാണാതെ ഒരു മൂലയിൽ കൊണ്ടുപോയി ഖേദം പ്രകടിപ്പിക്കുന്ന പതിവ് ഉടായിപ്പിടപാട് ഇത്തവണയും മനോരമ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് മനോരമ ഇന്ന് തിരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷീജ, അത്ഭുതമൊന്നുമില്ല മനോരമയിൽ CPIM-നെതിരെ പച്ചക്കള്ളം എഴുതുന്നതിൽ. അത് അവരുടെ തുടക്കകാലം മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇന്നലെ മേഘ കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട കള്ളവാർത്ത, ഇലക്ട്രൽ ബോണ്ടായി 25 ലക്ഷം വാങ്ങിയെന്ന് എഴുതി പിടിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ആരും കാണാതെ ഒരു മൂലയിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്താണ് തിരുത്തിയ വാർത്തയിൽ പറയുന്നത്? തീർച്ചയായും മനു, അതായത് മനു സൂചിപ്പിച്ചതുപോലെയാണ് CPIM-നെതിരെ വ്യാജ വാർത്തകൾ നൽകുക എന്നുള്ളത് മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവർ ഏറ്റവും ഒടുവിലായി പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു കരാർ കമ്പനിയാണ് മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അവരിൽ നിന്നും CPIM 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും അത് CPIM നിഷേധിക്കേണ്ട ഒരു സാഹചര്യം പോലുമില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, CPIM ആണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയടക്കം സമീപിച്ച് അതിൽ ഒരു പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്ന പാർട്ടി. ഒരു രൂപ പോലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വ്യാജ വാർത്ത മലയാള മനോരമ പടച്ചുവിടുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ അവർ ഖേദപ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഈ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലല്ല, ഉൾപേജിലാണ് ഈ ഖേദപ്രകടനം വന്നിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഉൾപേജിൽ അവരുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: CPIM വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ടല്ല, സംഭാവന എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ തങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത, ദേശീയപാത നിർമ്മാണത്തിൽ കരാർ ലഭിച്ചിട്ടുള്ള മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കമ്പനിക്ക് 25 ലക്ഷം രൂപ നൽകിയത് അത് സംഭാവന എന്ന നിലയിലാണ് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നു. അതിനൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങില്ല എന്നുള്ള പ്രഖ്യാപിത നയം പിന്തുടരുന്ന പാർട്ടിയാണ് CPIM എന്നും ഇലക്ട്രൽ ബോണ്ടിനെതിരെ അനുകൂല വിധി നേടിയത് CPIM ആണെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫിലാണ് സംഭാവന എന്നതിന് പകരം ഇലക്ട്രൽ ബോണ്ട് വഴി മേഘ 25 ലക്ഷം രൂപ CPIM-ന് കൈമാറി എന്നാണ് ഇന്നലെ വാർത്തയിൽ ചേർത്തിരുന്നത്. അതിൽ പിശക് വന്നതിൽ ഖേദിക്കുന്നു എന്നുള്ളൊരു ഖേദപ്രകടനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏത് രീതിയിലാണ് മലയാള മനോരമ CPIM-നെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു നിയമ പോരാട്ടം നടത്തിയത് CPIM ആണ് എന്നുള്ളത് നിലനിൽക്കുകയാണ്. അതൊന്നും പരിശോധിക്കാതെ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പടച്ചുവിടുന്നത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായ പ്രശ്നം എന്താണെന്ന് അറിയാവോ? ഈ മേഘ കൺസ്ട്രക്ഷൻസ്, ആ മേഘ കമ്പനി നൽകിയ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഏകദേശം 964 കോടി രൂപയാണ് രാജ്യത്തെ വിവിധ പാർട്ടികൾക്കായി നൽകിയത്. അതിൽ 594 കോടി കിട്ടിയത് BJP-ക്കാണ്. കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് 18 കോടി. ഒപ്പം തന്നെ BRS-ന് കൊടുത്തിട്ടുണ്ട് 28 കോടി. ആ നാട്ടിലെ സകലമാന പ്രാദേശിക പാർട്ടികൾക്കും വാരിക്കോരി കോടികൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും മനോരമയ്ക്കൊരു പ്രശ്നമേ അല്ല. എന്നിട്ട് അതിൻ്റെ 7 അയൽപ്പക്കത്ത് പോലും വരാത്ത CPIM-നെ അതിലേക്ക് കൊണ്ടിടാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ. എത്ര തിരുത്തിയാലും അല്ലെങ്കിൽ എത്ര തവണ നാട്ടുകാർ അപമാനിച്ചാലും
ഒരു നാണവുമില്ലാതെ ഇങ്ങനെ തുടർന്നു പോകുന്ന ഈ കലാപരിപാടി. ഞാൻ ഓർക്കുന്നത് ഈ പഴയ കാലത്തെ മനുഷ്യരെക്കുറിച്ചാണ്. എന്നിപ്പോൾ ഈ വാർത്തകളൊക്കെ പൊളിക്കാൻ സമൂഹ മാധ്യമങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ കഴിയുന്നുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് ഇവരുടെ ഈ കള്ളത്തരങ്ങൾക്കെതിരെ പോരാടി നിന്ന CPIM-ന്റെ പ്രവർത്തകരോടാണ് എൻ്റെ ബഹുമാനം മുഴുവൻ ഈ ഘട്ടത്തിൽ. തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഈ ഒരു വാർത്ത വരുന്നതിന് മുൻപാണ്, അതായത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതായത് ഈ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള പല കമ്പനികൾ അവർ BJP-ക്ക് ഇലക്ട്രൽ ബോണ്ട്, വലിയ തുക ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ ഈ ഒരു വിഭാഗം മാധ്യമങ്ങളിൽ വന്നതേയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടേയില്ല. അത്തരത്തിലുള്ള ഒരു വാർത്തയെക്കുറിച്ചുള്ള ഒരു പരാമർശം പോലും വന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ കോടികൾ വാങ്ങിയിട്ടുള്ളവർ അത് ഇലക്ട്രൽ ബോണ്ടായി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ സഹിതം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതേക്കുറിച്ചൊന്നും മിണ്ടാതെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത, അത് CPM-നെതിരെ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക, അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചു വിടുക. അതേസമയം ഒരു ഭാഗത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ചെറിയ തുകയായിട്ടല്ല വലിയ തുകയായി വാങ്ങി ആ കമ്പനി പ്രത്യേകിച്ചും BJP-ക്ക് നൽകിയിട്ടുണ്ട്, കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഒക്കെ നിൽക്കുമ്പോൾ അവരെയൊക്കെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ മലയാള മനോരമ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം അത്തരത്തിലുള്ള വസ്തുതകളൊന്നും തന്നെ വാർത്തകളിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് ഓർമ്മയില്ലേ? ഈ ഡൽഹി മദ്യനയ കേസിലൊക്കെ ആരോപണ വിധേയായി നിൽക്കുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത നമ്മുടെ MP രാജേഷ് മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു പച്ചക്കള്ളം എഴുതി വിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ ആരും കാണാതെ ഒരു മൂലയിൽ പോയി ഖേദം പ്രകടിപ്പിച്ചത് ഓർമ്മയില്ലേ? ഈ സമീപകാലത്തെ സംഭവമാണ്. അതെ മനു, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ CPM-നെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെയോ വ്യാജ വാർത്തകൾ പടച്ചുവിടുക എന്നുള്ളത് മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമേ അല്ല. അതിനൊപ്പം തന്നെ ഈ വ്യാജ വാർത്ത വരുമ്പോൾ ഫ്രണ്ട് പേജിൽ വലിയ തലക്കെട്ടോടുകൂടി വരുമ്പോൾ പക്ഷേ അതിലുള്ള ഖേദപ്രകടനം പിന്നീട് തൊട്ടു പിന്നാലെ വരുന്നത് ഉൾപേജിൽ ചെറിയ കോളത്തിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിൽക്കുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വാർത്തകൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള മനോരമയ്ക്കെതിരെ CPIM വക്കീൽ നോട്ടീസ് അടക്കം അയച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഖേദപ്രകടനവും ഒക്കെയായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതും എടുത്തു കാണേണ്ടത് തന്നെയാണ് മനു. തീർച്ചയായും ഏതായാലും ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു മലയാള മനോരമ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനോരമയുടെ ഖേദപ്രകടനം അവരുടെ 5-ാം പേജിലാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ആരും അത് കാണാൻ സാധ്യതയില്ല. ഖേദപ്രകടനം ആയതുകൊണ്ട് തന്നെ ഒളിപ്പിച്ചൊരു മൂലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ 5-ാം പേജിൽ CPIM വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ടല്ല സംഭാവന എന്നൊരു തലക്കെട്ടിൽ മനോരമ ലേഖകൻ എഴുതുന്നു. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരിയാണ് സംഭാവന എന്നതിന് പകരം ഇലക്ട്രൽ ബോണ്ട് വഴി മേഘ 25 ലക്ഷം രൂപ CPIM-ന് കൈമാറിയെന്നാണ് ഇന്നലത്തെ വാർത്തയിൽ ചേർത്തിരുന്നത്. പിശക് വന്നതിൽ ഖേദിക്കുന്നു. ഇത്രമാത്രം പിശക് ഈ മനോരമയ്ക്ക് മാത്രം എവിടുന്ന് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇത്രമാത്രം പിശകുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത് നമുക്കറിയത്തില്ല ഇതെന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. ഇതിനകത്ത് ഇത് ഒരു പിശകും സംഭവിച്ചതല്ല, ഒരു തെറ്റിദ്ധാരണയും സംഭവിച്ചതല്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതുന്നതാണ് എന്ന് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന, അത്യാവശ്യം സാമാന്യ ബോധമുള്ള, മനോരമയ്ക്ക് പുറത്തു നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇത് കാലങ്ങളായി തുടങ്ങിയ പണിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ ഓരോ മസാല പുരട്ടി ഓരോന്ന് അടിച്ചു വിടുക, എന്നിട്ടിങ്ങനെ ഒരു ദിവസം ഒരു പകൽ മുഴുവൻ നാട്ടുകാരുടെ ഇടയിലൂടെ ഓടിക്കുക, പിറ്റേ ദിവസം ആരും കാണാതെ എവിടെയെങ്കിലും ഒരു ഖേദം കൊണ്ടുപോയി പ്രകടിപ്പിക്കുക. ഇതിനപ്പുറത്തേക്ക് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ നമ്മളാരും വലിയ പരിശുദ്ധന്മാരാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു മിനിമം മര്യാദ പാലിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, ഞാനടക്കമുള്ള, നമ്മളെ തന്നെ ചേർത്തുകൊണ്ടാണ് പറയുന്നത്, ഞാനടക്കമുള്ള എല്ലാ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമുണ്ട്. അതിലൊരു സംശയവും വേണ്ട. അതിൽ തരിമ്പ് പോലും മനോരമ കാണിക്കുന്നില്ല എന്നാണ് അവരുടെ പല വാർത്തകളിൽ നിന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.